ത്രിയേകദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവ് പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളേവരെയും വീണ്ടും വരുമെന്ന് അരുളിച്ച ദൂതനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 3 ഫെബ്രുവരി 2026 ചൊവ്വാഴ്ച, ഈ മാസത്തെ 3-ാമത്തെ ദിവസം, ഈ വർഷത്തെ 34-ാമത്തെ ദിവസം. ഇന്നത്തെ ചിന്താവിഷയം: ദൈവം നമ്മെ പരിപാലിക്കുന്നു എന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? എങ്ങനെ? ദൈവം നമ്മെ പരിപാലിക്കുന്നു എന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? എങ്ങനെ? നാം പ്രദോഷം മുതൽ ഉറങ്ങുന്നതിന് വേണ്ടിയിട്ട് തത്രപ്പെടുകയും പ്രഭാതത്തിൽ എഴുന്നേറ്റ് നമ്മളുടെ ആ പഴയ പോലെ നമ്മുടെ ഈ ലോക സുഖത്തിന് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്ന അവസരത്തിൽ ദൈവത്തിൻ്റെ പരിപാലനമാണ് നാം ഓരോരുത്തരും ഈ ലെവലിൽ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ സാധിക്കുന്നത് എന്ന് വിചാരിച്ച് നാം നമ്മുടെ ദൈവമായ കർത്താവിനെ രാവിലെ എഴുന്നേറ്റ്, കർത്താവെ, ഒരു പ്രഭാതം കൂടി കാണുവാൻ നീ എന്നെ അനുഗ്രഹിച്ച് നിന്നെ സ്തുതിക്കുന്നു, വരുവാനിരിക്കുന്ന ഓരോ നിമിഷങ്ങളിലും കർത്താവെ നിന്റെ കാവലും കോട്ടയും ഞങ്ങളുടെ എല്ലാ പ്രവർത്തന മേഖലകളിലും ഉണ്ടായിരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നുണ്ടോ എന്ന് ഒന്ന് ചോദിക്കുന്നത് നല്ലതായിരിക്കും. ഇന്ന് വേദവാക്യം എടുത്തിരിക്കുന്നത് നെഹമ്യ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം 9-ാം വാക്യം. ഈ ദിവസം നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വിശുദ്ധമാകുന്നു, നിങ്ങൾ ദുഃഖിക്കരുത്, കരയുകയും അരുത് എന്ന് പറഞ്ഞു. ജനമെല്ലാം ന്യായപ്രമാണ വാക്യങ്ങളെ കേട്ടപ്പോൾ കരഞ്ഞുപോയിരുന്നു. ഒന്നാലോചിച്ച് നോക്കിയാൽ ദൈവത്തിന്റെ പരിപാലനമാണ് എല്ലാം. പക്ഷെ അഹങ്കാരത്തിന്റെയും ധാർഷ്ട്യങ്ങളുടെയും ഗോപുരങ്ങൾ പണിത് നടക്കുമ്പോൾ അതാരും തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം. അപ്പോഴാണ് എസ്രാ പുരോഹിതനെ പോലെയുള്ളവരുടെ താക്കീതും തിരുത്തലുകളും ആവശ്യമായി വരുന്നത്. അന്ന് ബാബേൽ പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്ന ജനത്തിന് കിട്ടിയതുപോലെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ചു തിരികെ വന്ന ജനം തോന്നിയതുപോലെ മുമ്പോട്ട് പോകാൻ തുടങ്ങിയപ്പോഴായിരുന്നു എസ്രാ പുരോഹിതന്റെ ദൈവവചന വായനയും വ്യാഖ്യാനവും ഒക്കെ നടത്തിയത്. ആ നിമിഷം കേട്ടിരുന്ന ജനത്തിന്റെ ഹൃദയങ്ങളിൽ നിന്നും കുറ്റബോധത്തിന്റെ അരുവികൾ ഒഴുകി. പതറിപ്പോയ ചുവടുകളെയും ഇടറിപ്പോയ ഇടങ്ങളെയും ഓർത്ത് അവർ മനസ്താപിച്ചു. ദൈവവചന വായനയും വ്യാഖ്യാനങ്ങളും കഴിയുമ്പോൾ ദൈവീക സംരക്ഷണങ്ങളുടെ നിറവിൽ നിന്ന് അകന്നു പോയ ജനം വാവിട്ട് നിലവിളിക്കുവാൻ ആരംഭിച്ചു. അല്ലെങ്കിൽ ജീവിതത്തിന്റെ കുറവുകൾ ചൂണ്ടിക്കാണിക്കുമ്പോഴും ദൈവപരിപാലനയുടെ ആഴമറിയുമ്പോഴും ആർക്കാണ് കരയാതിരിക്കാനാവുക? വീണ്ടെടുക്കപ്പെട്ട ദൈവകൃപയുടെ ഷെക്കീനായിക്കുള്ളിൽ ദൈവീക സംരക്ഷണത്തിന്റെ കൂടാരപ്പെരുന്നാളിന് ഇതോടെ പുനരാരംഭം കുറിക്കപ്പെടുകയായിരുന്നു. യഹൂദന്മാരുടെ 3 തീർത്ഥാടന പെരുന്നാളുകളിൽ ഒന്നാണ് സൂക്കോത്ത് പെരുന്നാൾ അഥവാ കൂടാര പെരുന്നാൾ. അതൊരു കൃതജ്ഞതയുടെ ഓർമ്മയാണ്. മിസ്രയീമിന്റെ കാഠിന്യത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിന്റെ തേനും പാലും ഒഴുകുന്ന കനാനിലേക്കുള്ള യാത്രയിൽ അവർക്ക് ലഭിച്ച ദൈവീക സംരക്ഷണത്തിന്റെ കൃതജ്ഞതയുടെ ഒരു ഓർമ്മപ്പെടുത്തലാണ് നാം ഇവിടെ കാണുന്നത്. തങ്ങൾ താമസിച്ച ഇടങ്ങളിലൂടെ അങ്ങനെ ബലമില്ലാത്ത കൂടാരങ്ങൾക്ക് മേൽ ബലമായ ദൈവത്തിന്റെ കരുതൽ കരം ചേർക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ഓർമ്മപ്പെടുത്തുന്ന തിരുനാളായി അത് മാറുകയായിരുന്നു. ഇസ്രായേൽ ജനങ്ങളുടെ കൊയ്ത്തുത്സവം കൂടിയാണ് 7-ാം മാസമായ തിഷ്രി 15-ന് ആരംഭിച്ച് 7 ദിവസം നീണ്ടു നിൽക്കുന്ന കൂടാര പെരുന്നാൾ. 40 വർഷത്തെ പ്രയാണ യാത്രയിൽ ദൈവത്തിന്റെ സഹിത്വവും കരുതലും പരിപാലനവും ഓർമ്മിപ്പിക്കുന്ന അനുഭവമായി അത് മാറുകയായിരുന്നു. ജനത്തിന്റെ ഇഹലോകവാസത്തിന്റെ താൽക്കാലികതയും ദൈവകൃപയുടെ സംരക്ഷണത്തിന്റെയും കരുതലിന്റെ അവസാനിക്കാത്ത അനുഭവമാണ് കൂടാര പെരുന്നാൾ ആത്യന്തികമായി നമുക്ക് പകർന്നു തരുന്ന സന്ദേശം. ദൈവത്തിന്റെ ആ കരുതലിനെ നാം തിരിച്ചറിഞ്ഞത് പ്രകാരമാണ്. പ്രയാണത്തിൽ അഗ്നിസ്തംഭമായും മേഘസ്തംഭമായും ചേർന്ന് നടക്കുന്ന ദൈവം എന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കും. അല്ലെങ്കിലും ദൈവം എന്നും മനുഷ്യന്റെ സന്തത സഹചാരിയായിരുന്നു. തൻ്റെ ജീവശ്വാസം പകുത്തു നൽകിയാണ് ദൈവം മനുഷ്യനെ മെനഞ്ഞെടുത്തത്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ അസ്തിത്വത്തോട് ചേർന്നല്ലാതെ ദൈവത്തിന് ജീവിക്കാനാകുമായിരുന്നില്ല. ഏതെങ്കിലും ഈ അനുഭവമാണ് നാം കാണുന്നത്. ആദാമിനും ഹവ്വായ്ക്കും ഒപ്പം വൈകുന്നേരങ്ങളിൽ നടക്കാനിറങ്ങുന്ന ദൈവം ഇങ്ങനെ ജീവിതത്തിൽ ഉടനീളം
മനുഷ്യൻ്റെ പ്രതിസന്ധികളിൽ ദൈവം അവന് ഒരു തുണയായി പ്രവർത്തിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നാം ദൈവത്തോട് വളരെ അടുത്ത് പ്രവർത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. കൂടെ നടക്കുന്ന ദൈവത്തെ തിരിച്ചറിയുക എന്നതാണ് മനുഷ്യൻ എന്ന നിലയിൽ നാം ചെയ്യേണ്ടത്. തിരിച്ചറിയുന്ന ദൈവ സാന്നിധ്യത്തോടൊപ്പം സഞ്ചരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അവിടെ മനുഷ്യൻ്റെ നന്മയും മഹത്വവും വെളിപ്പെടുകയും ചെയ്യുന്നു. പുറപ്പാട് സംഭവത്തിൽ സന്തത സഹചാരിയായിരുന്ന ദൈവം മോശയോട് ആവശ്യപ്പെടുന്നത് തനിക്ക് വേണ്ടി സമാഗമന കൂടാരം നിർമ്മിക്കുവാനാണ്. ഞാൻ അവരുടെ നടുവിൽ വസിക്കുവാൻ അവർ എനിക്ക് ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം എന്നാണ് ദൈവത്തിൻ്റെ ആവശ്യം. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 8-ാം വാക്യത്തിൽ അത് നമുക്ക് കാണുവാൻ സാധിക്കും. മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകലുന്ന ഇടങ്ങളിൽ ദൈവിക സംരക്ഷണമായി അവൻ നമ്മോടൊപ്പം നടക്കുന്നു. വചനം ജഡമായി മണ്ണിൽ അവതരിച്ച് നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ പറയുമ്പോൾ അതിൻ്റെ ആഴം എത്രമാത്രം ഉണ്ട് എന്നുകൂടി നാം ധ്യാനിക്കേണ്ടിയിരിക്കുന്നു. ദൈവം നടത്തിയ വിധങ്ങളെയും വഴികളെയും ഇടയ്ക്കൊക്കെ തിരിഞ്ഞു നോക്കേണ്ടതുണ്ട്. അപ്പോൾ ദൈവസന്നിധിയിൽ നന്ദി പറയാതിരിക്കുവാൻ ആർക്ക് കഴിയും? നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ച് ഇരിക്കുന്നത് തിരികെ ലഭിക്കുമ്പോൾ ആർക്കാണ് സന്തോഷിക്കാതിരിക്കുവാൻ പറ്റുക? നഷ്ടപ്പെട്ട ആടിനെ തിരികെ ലഭിക്കുന്ന 100 ആടുകളുടെ ഇടയനും നഷ്ടപ്പെട്ട നാണയം തിരികെ ലഭിക്കുന്ന സന്തോഷിക്കുന്ന സ്ത്രീയെയും മകനെ തിരികെ ലഭിച്ച പിതാവും ഇത്തരം സന്തോഷങ്ങൾ അനുഭവിച്ചറിഞ്ഞവരാണ്. ദൈവിക സംരക്ഷണത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇവ ഓരോന്നും. കൂടാര പെരുന്നാളും കൊയ്ത്തുത്സവവും ഒരിക്കലും കളപ്പുരകൾ നിറയ്ക്കുന്നതിനല്ല, ഇന്നലകളിലേക്കുള്ള തിരിഞ്ഞുനോട്ടത്തിനും ദൈവീക സംരക്ഷണത്തിലേക്ക് നന്ദി പറയാനുമായിരിക്കണം. ദൈവവചന വായനയിലൂടെ ലഭിക്കുന്ന പാപബോധം കരഞ്ഞുകൊണ്ടിരിക്കാൻ മാത്രമല്ല, പുതിയ തീരുമാനങ്ങളോടൊപ്പം മുന്നേറുന്നതിനുള്ള കാരണം കൂടിയാവണം. കർത്താവിൻ്റെ കൂടെ മരിക്കുന്നു എന്നൊക്കെ വീമ്പിളക്കിയ പത്രോസ് ക്രിസ്തുവിൻ്റെ വാക്കുകൾ പോലെ 3 വട്ടം തള്ളി പറയുമ്പോൾ കോഴി കൂവി. ക്രിസ്തു അവനെ തിരിഞ്ഞു നോക്കി. പിന്നെ പിടിച്ചു നിൽക്കാൻ പത്രോസിന് ആയില്ല. പുറത്തിറങ്ങി അവൻ പൊട്ടിക്കരഞ്ഞു, അവൻ അനുതപിച്ചു. അതോടെ അവൻ രക്ഷ പ്രാപിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കണ്ണീരിൽ ശുദ്ധി വരാത്ത ഒന്നും ഈ ലോകത്തിലില്ല. ചുരുക്കത്തിൽ ദൈവവചന വായനയും കേൾവിയും യഥാർത്ഥ അനുതാപത്തിലേക്കും വീണ്ടെടുപ്പിലേക്കും നമ്മെ നയിക്കുന്നുവെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ഓരോ അനുതാപ കുമ്പസാരവും ഉള്ളിൽ നിന്ന് വരുന്നതും കണ്ണുനീരിൽ ഈറനണിയിക്കുന്നതുമാകുമ്പോഴാണ് ദൈവാനുഭവം കുറെ കൂടി ആഴത്തിൽ നമ്മിലേക്ക് ഇറങ്ങി വരുന്നത്. ദുരിതങ്ങളുടെ കൂടാരങ്ങളിൽ നിന്നും കുറെ കൂടി മെച്ചപ്പെട്ട ഇടങ്ങളിലേക്ക് പറിച്ചു നടപ്പെടുമ്പോൾ അവരുടെ കനവുകൾ കതിരായി വിളഞ്ഞ് നൽകിയത് ദൈവീക സംരക്ഷണയുടെ നന്മയാണ് എന്ന് അവർ മറന്നുപോയി. അതുകൊണ്ടാണ് ദൈവത്തെ മറന്ന് അവർ പൂജാഗിരിയിലേക്ക് സഞ്ചരിച്ചത്. പക്ഷേ തിരിച്ചറിവിൻ്റെ വചന വായന അവരെ കരയിപ്പിച്ചു, അവരെ തിരിച്ചു നടത്തുവാൻ പ്രേരിപ്പിച്ചു. അതാണ് വേണ്ടതും. ദൈവവചന കണ്ണാടിയിൽ മുഖം നോക്കാൻ നാം ഇടയ്ക്കെങ്കിലും സമയം കണ്ടെത്തണം. വചനം ധ്യാനിക്കണം, ഉള്ളിലേക്ക് ഇറക്കണം. അപ്പോൾ ദൈവം തന്നതായ ആ കരുതലിൻ്റെയും പരിപാലനത്തിൻ്റെയും ആഴം നാം തിരിച്ചറിയും. ദൈവം നമ്മളെ എങ്ങനെ പരിപാലിക്കുന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നാം ആദ്യമായി ചെയ്യേണ്ടത് ഇടപെടാതെ പ്രാർത്ഥിക്കുകയും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുകയും അതോടൊപ്പം തന്നെ സൽപ്രവൃത്തികൾ ചെയ്യുമ്പോൾ ദൈവം നമ്മളുടെ തെറ്റുകുറ്റങ്ങളെ ക്ഷമിച്ച് നമ്മളെ അവൻ്റെ പൈതലായി സ്വീകരിക്കും. അതിനായി നാം നമ്മളെ തന്നെ ശരിയായിട്ട് അവൻ്റെ മുമ്പിൽ സമർപ്പിക്കേണ്ടതുണ്ട്. We have to bestow ourselves before the God so that we can get rid of from all the sins and we can get a relaxed mind so that we can continuously pray to the God. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.